നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ആധാർ നമ്പർ ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ NPCIന്റെ വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ഇങ്ങനെയാണ് npci.org.in എന്നാണ് വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് MPCI വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിലേക്ക് പോവുക. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആണ് വരിക. ഈ പേജിൽ താഴെ കാണിക്കുന്ന ഈ ഓപ്ഷൻസിന് കൺസ്യൂമർ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ, പ്രൊഡക്റ്റ് കൺസ്യൂമർ, ഈ കൺസ്യൂമർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ കുറെ ഹെഡേഴ്സ് വരും. ഈ ഹെഡേഴ്സിൽ ഭാരത് ആധാർ സീഡിംഗ് എനേബിളർ ബേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ബേസ് വെബ്സൈറ്റ് ആയി ഇങ്ങനെ ഒരു സംഭവം വരും. സോ ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ആധാർ നമ്പർ കൊടുക്കണം. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കുക. ഒന്ന്, നമ്മുടെ ആധാർ കാർഡ് സീഡ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്, ആധാർ കാർഡ് ഡീസീഡ് ചെയ്യാൻ വേണ്ടി. സീഡ് ചെയ്യാൻ വേണ്ടുന്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. പുതിയതായിട്ട് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ആധാർ കാർഡ് എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ തന്നെയുള്ള 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്നും ആധാർ ഡീറ്റെയിൽസ് മറ്റൊരു അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിൽ നിന്നും നമ്മൾ ഡീറ്റെയിൽസ് അടുത്ത ബാങ്കിലേക്ക് മൂവ് ചെയ്യുന്ന ഡീറ്റെയിൽസുമായിട്ടാണ് സീഡിംഗിലെ മൂന്നാമത്തെ. നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ഫ്രഷ് സീഡിംഗ് മാത്രമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. സോ നമ്മൾ സീഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ആധാർ നമ്പർ ആ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാനാണ്. ഡീസീഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ചിലരുടെ ആധാർ നമ്പർ തെറ്റായ അക്കൗണ്ടിലേക്ക് ലിങ്കായി കിടപ്പുണ്ട്. പണ്ടത്തെ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ഉള്ള സമയത്ത് വന്ന എറേഴ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള നമ്മുടേതല്ലാതെ ഒരു അക്കൗണ്ടിൽ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഡീസീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പൊ നമ്മൾ ആദ്യം ആധാർ കാർഡ് നമ്മൾ പുതിയിട്ട് എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ആധാർ കാർഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ സെലക്ട് യുവർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണും. ഇതിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് നമുക്ക് എല്ലാ ബാങ്കും ആഡ് ആയിട്ടില്ല. SBI പോലുള്ള ബാങ്കുകളൊന്നും ഇപ്പൊ തൽക്കാലം ഇതിൽ വന്നിട്ടില്ല. ഇതിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നതായത് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇത്രയും ബാങ്കുകളിലേക്ക് നമുക്ക് ഇത് ലിങ്ക് ചെയ്യാം. ഇനി വരാൻ പോകുന്ന ബാക്കിയുള്ള ബാങ്കുകൾ ചിലപ്പോൾ വരുന്നുണ്ടാവും ഫ്യൂച്ചറിൽ. എന്തായാലും ഇവിടെ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഫസ്റ്റ് എൻ്റർ ചെയ്തു, ബാങ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇവിടെ താഴെ രണ്ടിലും കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഇത് എഗ്രി ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ച കോഡ് ഉണ്ട്. ഈ ക്യാപ്ച കോഡ് അങ്ങനെ ഇവിടെ താഴെ എൻ്റർ ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ അവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്ത് നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് ഇനി സെഷൻ എക്സ്പയർ ആവാൻ നമുക്ക് സമയമുള്ള എത്ര ബാക്കിയുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇതിവിടെ കാണിക്കും താഴെ സൈഡിലായിട്ട്. ഇപ്പൊ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇത്രയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതിലുള്ള എന്തൊക്കെയാണ് ഇതിന്റെ സംഭവം എന്നുള്ള കാര്യങ്ങളാണ്. ഇത് മൊത്തം ഏറ്റവും അവസാനം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ഉണ്ടാവും. സോ ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓക്കെ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അതായത് നമ്മളുടെ OTP നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് എന്നാണ് മെസ്സേജ് വരിക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ OTP എൻ്റർ ചെയ്യുന്നത് നമ്മളുടെ OTP എൻ്റർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും മൂവ് ആവില്ല. രണ്ടാമത്തെ തവണ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അത് മൂവ് ആവും. ചെറിയൊരു എററാണ്. ഇവിടെ OTP എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ആധാർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവും. എൻ്റെ ഓൾറെഡി ലിങ്ക്ഡ് ആണ്, ഞാൻ ലിങ്ക് ചെയ്ത ഈ വഴി. ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങളോട് സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ ജനറേറ്റ് ആവും. നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈലിലേക്കും ഇമെയിൽ ഐഡിയിലേക്കും വരുന്നതായിരിക്കും. അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അതിന്റെ കൺഫർമേഷൻ വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ആധാർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ. ഇത് ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, അടുത്തത് നമ്മളുടെ ആധാർ കാർഡ് അവസാനമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് അറിയാമെന്നുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തൽക്കാലം ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വൈകുന്നേരം 5:30ക്കാണ്. സോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആധാർ വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. സോ ആധാർ വെബ്സൈറ്റ് നമുക്കറിയാം myaadhar.uidai.gov.in ആണ്. ആ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഈ ലോഗിൻ ചെയ്ത് നമ്മുടെ ആധാറിന്റെ ഹോം പേജ് വരുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വർക്ക് ചെയ്യുമെങ്കിൽ
ആധാർ എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരും. ഓക്കെ, ഇവിടെ വന്നു. ആധാർ എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് വരും. ഈ ആധാർ എൻ്റർ ചെയ്യുക, ക്യാപ്ച കോഡ് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ വിത്ത് OTP എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആധാറിലേക്ക് ലോഗിൻ ആയിട്ട് അവിടെ നമ്മളുടെ ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ ഈ സെക്ഷൻ കാണാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഞാൻ ആ സ്റ്റേറ്റസ് കാണിച്ചത് മുന്നേ നമുക്ക് ആ സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത സ്റ്റേറ്റസ് വരികയായിരുന്നു. ഇപ്പൊ അത് ലോഗിൻ ആവണം. എന്ന് ലോഗിൻ ആകുമ്പോൾ വീണ്ടും അത് ലോഗിൻ ആയി നമ്മുടെ ID തന്നെ വരും. ഈ IDയിൽ നമ്മുടെ ആധാർ ID ലോഗിൻ ആകുമ്പോൾ അതിന്റെ ഹോം പേജിൽ തന്നെ ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസ് ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കാണിക്കാൻ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, കാരണം ഇത് എനിക്ക് കാണിക്കുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ ഇതിലാണ് എന്റെ ആധാർ ലിങ്ക് ആയി കിടക്കുന്നത് എന്ന ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അത് തീർച്ചും തെറ്റാണ്. കാരണം എന്റെ കൊടാക് മഹീന്ദ്ര ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇനാക്റ്റീവ് അക്കൗണ്ട് ആണ്. ഇവിടെ സീഡിംഗ് സ്റ്റാറ്റസ് ഇനാക്റ്റീവ് തന്നെയാണ്. ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കാണിക്കണമെന്നില്ല. നിങ്ങളുടെ അവസാനമായിട്ട് നിങ്ങളെ ഫിംഗർ പ്രിന്റ് വെച്ച് ഡീറ്റെയിൽസ് കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ശരിക്കും ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഏകദേശം എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ആധാർ യൂസ് ചെയ്ത് ലിങ്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ അവസാനമായിട്ട് ആധാർ കാർഡ് നമ്മളുടെ ഫിംഗർ യൂസ് ചെയ്ത് ലിങ്ക് ചെയ്ത അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ സബ്സിഡി പോലുള്ള കാര്യങ്ങൾ വരിക. ഓക്കെ, ഇത് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ്. ചിലർ ഈ എയർടെലിന്റെ പേയ്മെന്റ്സ് ബാങ്ക് ഒക്കെ ലോഗിൻ ചെയ്യും ആധാർ യൂസ് ചെയ്തിട്ട്, എന്നിട്ട് ഗ്യാസിന്റെ സബ്സിഡി എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ആക്ച്വലി ഇത് എയർടെലിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. ഓക്കെ, എന്തായാലും ഈ ഒരു ബിറ്റ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റ് എടുത്ത് വീണ്ടും ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഇതിൽ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീഡിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീ സീഡിംഗ്, മൂവ്മെന്റ് വിത്തിൻ സെയിം ബാങ്ക്, മൂവ്മെന്റ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് എന്താണെന്നുള്ള കാര്യം ഞാൻ വിശദാക്കിയില്ല. സോ ഫ്രഷ് സീഡിംഗ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ്, അതായത് നിങ്ങൾ ആധാർ യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെ ആധാർ ഏതിലാണോ സീഡ് ആയി കിടക്കുന്നത്, ലാസ്റ്റ് ആയിട്ട് സീഡായി കിടക്കുന്നത്, ആ ഒരു അക്കൗണ്ടാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിവരം പറഞ്ഞിരുന്നു. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ 3-4 അക്കൗണ്ട് ഉണ്ട്. നിങ്ങളൊരു കാനറ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, കുറെ ഉണ്ട്, ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റ് ബെനിഫിറ്റ്സും നിങ്ങളുടെ സ്കീമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആധാർ സീഡായി കിടക്കുന്ന അക്കൗണ്ടിലേക്കല്ല, എനിക്ക് ഇതേ ബാങ്കിലുള്ള വേറൊരു അക്കൗണ്ട് എനിക്കുണ്ട്, ആ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ കാര്യങ്ങൾക്ക് വന്നാൽ മതി, ആ അക്കൗണ്ടാണ് എനിക്ക് ആധാർ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നാണെന്നുണ്ടെങ്കിൽ ആധാർ സീഡ് ചെയ്യാൻ ആ പഴയ അക്കൗണ്ടിൽ നിന്നും പുതിയ അക്കൗണ്ടിലേക്ക് ഒരേ ബാങ്കിന്റെ ഉള്ളിൽ സീഡ് ചെയ്യാൻ മാറ്റുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. അടുത്തത് മൂവ്മെന്റ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്. ഇപ്പൊ ഞാൻ എന്റെ കാണിച്ചില്ല ആധാറിന്റെ സീഡിങ്സ് എടുത്ത കൊടാക് മഹീന്ദ്ര ബാങ്കിലായിരുന്നല്ലോ. സോ കൊടാക് മഹീന്ദ്ര ബാങ്കിലാവുന്ന സമയത്ത് എനിക്ക് കൊടാക് മഹീന്ദ്രയിൽ വേണ്ട. ഓക്കെ, എന്റെ കൊടാക് മഹീന്ദ്രയുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട. എനിക്കത് കനറ ബാങ്കിൽ, എന്റെ ഇപ്പോഴത്തെ കനറ ബാങ്കിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് എങ്കിൽ എനിക്ക് ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചത് ഇപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. സോ അതേ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ലാസ്റ്റ് ഓപ്ഷനിൽ വരുമ്പോൾ എന്താണ് വരുന്നതെന്ന് ഞാൻ മാത്രം ഈ വീഡിയോയിൽ കാണിക്കാം. സോ അവിടെ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്ത ഡീറ്റെയിൽസിന് താഴെ ഇവിടെ താഴെ നമുക്ക് കാണിക്കുന്നുണ്ടോ, എനിക്ക് ഓൾറെഡി വേറൊരു ബാങ്ക് അക്കൗണ്ടിലുണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മുകളിൽ കാണുന്ന അക്കൗണ്ടിലേക്കാണ് ഡീറ്റെയിൽസ് മാറുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് OTP വരും. ഈ OTP നമ്മൾ എൻ്റർ ചെയ്യണം. ഇവിടെ OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടില്ലേ, സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അത് കാണിച്ചു. ആധാർ നമ്പർ ഓൾറെഡി മാപ്പ് ആയിരിക്കുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കിലാണ്. പ്രസ് ഓക്കെ ടു ഇനിഷ്യേറ്റ് ദ ആധാർ മൂവ്മെന്റ് ടു കനറ ബാങ്ക് ഇഫ് റിക്വയർഡ്. എനിക്ക് കൊടാക് മഹീന്ദ്രയിൽ നിന്നും കനറ ബാങ്കിലേക്ക് ആധാർ മൂവ് ചെയ്യണം. അതിന് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണിച്ചു ആധാർ സീഡിംഗ് ഈസ് ഇൻ പെൻഡിങ് സ്റ്റാറ്റസ്, കൈൻഡ്ലി ചെക്ക് ആഫ്റ്റർ സം ടൈം, യുവർ റെഫറൻസ് നമ്പർ ഈസ് ഉണ്ട്. ഒരു റെഫറൻസ് നമ്പർ വന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇത് എനിക്ക് ഫെയിലിയർ ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇനാക്റ്റീവ് ആയ അക്കൗണ്ട് ആയതുകൊണ്ട് അതിന് നമുക്ക് ഇങ്ങോട്ട് മൂവ് ആയിട്ടില്ല. കാരണം സീഡിംഗ് റെസ്പോൺസ് വന്ന് നോ ഡേറ്റ അവൈലബിൾ ഇൻ ബാങ്ക് CBS ഫോർ ഗിവൻ ഇൻപുട്ട്. കാരണം അക്കൗണ്ട് ഇല്ല, അത് നമ്മുടെ ആധാർ സൈറ്റിന്റെ ഒരു എററാണ്. ഓക്കെ, ഞാനിത് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളൂ. ഇത് നിങ്ങളുടെ ആധാർ ആക്റ്റീവ് ആയിരിക്കുന്ന സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ബാങ്കിൽ നിന്നും ഈ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ആധാർ അക്കൗണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂവ് ആവുന്നതായിരിക്കും. ഇതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള പ്രൊസീജിയർ. എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. മറ്റ് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോക്ക് തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.